ആൻഡ് എലിഫന്റ് റോക്ക്. സിസ്റ്റേഴ്സ് ആൻഡ് എലിഫന്റ് റോക്സ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സിസ്റ്റേഴ്സ് പണ്ട് ആന എന്തോ പാറയോ അങ്ങനെ എന്തോ സ്ഥലമാണ് ഈ സ്ഥലം കണ്ടില്ല. ആനപ്പാറയിലെ അച്ചാമ്മ. അതെ. അപ്പൊ നമ്മള് ഈ സ്ഥലം ആരാ കണ്ടുപിടിച്ച? ടോണിയല്ലേ? ടോണി കാണിച്ചു കൊടുത്ത ടോണിയായിട്ട് ആ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയിൽ പോകുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോ ശരിക്കും പറഞ്ഞ ഒരു ബോറിംഗ് ഡേ ആണ്. പിന്നെ നമ്മള് ചുമ്മാ ചില്ല് ചെയ്യാൻ വേണ്ടി ഞങ്ങള് പോകുന്നതാണ്. വീടിന്റെ അടുത്ത് ഒരു 10-20 കിലോമീറ്റർ ഉള്ളൂ. നമുക്ക് എന്താ കുഴപ്പം? ഫ്രണ്ടിൽ പോകുന്ന വണ്ടികൾ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഇടുമ്പോൾ നമ്മള് ചവിട്ട് കൊടുത്തല്ലേ ഉമ്മാടെ ഇടിച്ചു വരും. അപ്പൊ നാട്ടിലെല്ലാവരും സുഖമായിട്ടിരുന്നത് വണ്ടികളുടെ പ്രത്യേകത പറഞ്ഞിട്ടോ. ഇതെന്ന് പറയുന്നത് ലക്സസിന്റെ ഏതാണ് IS3 എന്തോ സാധനം. ഇത് ബൈജന്മാർക്ക് പോലും കിട്ടിയിട്ടില്ല ഈ സാധനം ഒന്നും. അതുകൊണ്ട് ഇതിപ്പോ നമ്മളേലുണ്ട്. എന്ത് രസമുള്ള സ്ഥലം. ഹരിതാവും പച്ചപ്പും ബൈക്കൊക്കെ പോകും. ബൈക്ക് ഒന്ന് കാണിച്ചോളാം. പുറകിലത്തെ മച്ചാനെ കാണിച്ചോളൂ. പുറകിലൊരു കൊച്ചി ഫ്ലൈക്ക് കഴിപ്പുണ്ട് കേട്ടോ. കിടാവാണ്, ചെറിയ കിടാവാണ്. ഇന്നലെ റിലീസായിട്ടേ ഉള്ളൂ. പിന്നെ എന്താണ് ഗൈസ് പറയാനുള്ളത്? ഈ വണ്ടികൾ പ്രത്യേകമാണ്. 25 വെള്ളം ചീറ്റുന്നു. ഒരു സ്വിച്ച് വയ്ക്കാൻ മതി, അവിടുത്തെ വെള്ളം ചീറ്റുന്നുണ്ട്. പിന്നെ കാല് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി 100 പറക്കും. പിന്നെ സ്പോർട്സ് മോഡുണ്ട്. സ്പോർട്സ് മോഡ് കാണിച്ചു. ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. ഞങ്ങൾ ഇനി അവിടെ ചെന്നിട്ട് ഇനി ബാക്കി വിശേഷങ്ങളുമായിട്ട് വരാം. ഇനി അപ്പുറത്തെ വണ്ടിയെ കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട്. അവരെല്ലാം പരിചയപ്പെടുത്താം. കാര്യമൊന്നുമില്ല, എന്നാലും ഞാൻ പരിചയപ്പെടുത്തരാം. ഇവിടെ ഞങ്ങൾക്ക് ഒരു രീതിയിൽ രക്ഷപ്പെടാൻ പറ്റാതെ ഞങ്ങൾ അവസാനമായിട്ട് തുറന്ന സാധനമാണ് യൂട്യൂബ് ചാനൽ. അതിനുവേണ്ടി ഞങ്ങൾ പൈസ മുടക്കി ഇപ്പോൾ ട്രിപ്പ് വരെ പോകാൻ തുടങ്ങി. നിങ്ങൾ എന്തെങ്കിലും ഗായ്സ് എങ്ങനെയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊരു അധികമൊന്നും വേണ്ട, ഒരു 10-15 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് മതി. നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കണം. പിന്നെ ഭാവിയിൽ ഞാൻ ചിലപ്പോൾ സുജിത് ഭക്തനും മറ്റേ സഞ്ചാരിയുടെ തന്നെ സന്തോഷ് ചേർപ്പുള്ളവരെ ഞാൻ വെല്ലുവിളിയായിരിക്കും. ബട്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. എന്ത് ചെയ്യാനാണ്? നമ്മളിപ്പോൾ ആമസോൺ വനമേഖലയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് സമയവും വലിയ വലിയ ഭീകര കാട്ടുമൃഗങ്ങളുടെ അറ്റാക്ക് നമുക്ക് കാണാം. ആന, പുലി, കടുവ ഏത് സമയവും നമ്മുടെ ഫ്രണ്ടിൽ വരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കണ്ണ് തുറന്ന് തന്നെ ഒരു സ്കിപ്പ് അടിക്കാതെ വീഡിയോ കാണേണ്ടതാണ് ഗൈസ്. ഇപ്പം കണ്ടോണം. ഇപ്പം ഏകദേശം 2 മിനിറ്റുള്ളിൽ തന്നെ ഫ്രണ്ടിൽ ഒരു കടുവ വരുമെന്ന് എനിക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. കൂടെ പോയ മലയാളികളുടെ ഫ്രണ്ടിൽ കടുവ കടിച്ചെന്നാണ് ഞാൻ കേൾക്കുന്നത്. നമുക്ക് നോക്കാം കടുവയാണോ പുലിയാണോ ആടാണോ വരുന്നതെന്നൊക്കെ. ഈ ഫ്രണ്ടിൽ പോകുന്ന ഈ ഗോൾഫ് GT ഇത് നമ്മുടെ കൂടെ ഉള്ള കുറെ തന്നെ പൊട്ടന്മാരാണ്. എൻ്റെ കൂടെ എല്ലാം 4 പേരുണ്ട് കേട്ടോ വണ്ടിയിൽ കേട്ടോ. 4 പേരുണ്ട്. അവരെ മുഖം ഞാൻ പിന്നെ കാണിച്ചു തരാം. പക്ഷെ 4 ലോക പൊട്ടന്മാരാണ്. അവർ 4 പേരും കൂടെ ആ വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുക. അതിനകത്ത് മെയിനായിട്ട് ആ വണ്ടിയുടെ ഓണർ എന്ന് പറഞ്ഞ ജിപ്സണാണ്. പാവം 3-4 മാസം വർക്ക് ചെയ്തിട്ട് ആദ്യമായിട്ട് സിക്ക് ലീവ് എടുത്തിട്ട് പുള്ളി ട്രിപ്പ് പോകുന്നത്. ഇവനോട് വർക്ക് ചെയ്യുന്ന ഒരാളും കണ്ടാൽ ഇവന് സിക്കൊന്നുമില്ല കേട്ടോ. ഇവന് ട്രിപ്പ് പോകുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ നാളെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണ് ചെയ്തോളൂ. അപ്പോൾ ഗായ്സ്, ഇപ്പം ഇതെന്ന് പറയുന്നത് ന്യൂസിലൻഡിലെ ഏറ്റവും ലോങ്ങസ്റ്റ് സ്ട്രെച്ച് റോഡാണ്. നമ്മൾ മണ്ടേ കാണുന്നതാണ് പൈൻ മരങ്ങൾ. നമ്മൾ കുട്ടിക്കാനം വാഗമൺ ഏരിയയിൽ മാത്രം കണ്ടുവരുന്ന പൈൻ മരങ്ങൾ ന്യൂസിലൻഡിലുണ്ട് ഗായ്സ്. ഇപ്പോൾ നിങ്ങൾ മറ്റേ വന്യമൃഗങ്ങളെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. ഇപ്പം കാണിച്ചു തരാം. 1-2 മൃഗങ്ങൾ പെട്ടെന്ന് ക്ലോസ് ചെയ്തു. പക്ഷേ ഞാൻ വീഡിയോ ഓഫാക്കി പോയി ഗായ്സ്. എന്ത് ചെയ്യാനാണ്? നിങ്ങൾക്ക് ആ വിഷ്വൽസ് കിട്ടിയില്ല. ഒരു ചെറിയ കടുവയും ഒരു പുലിയാണ് ഞങ്ങൾ മുമ്പിൽ കൂടെ ചാടിപ്പോയത്. ബട്ട് അത് എന്താ സമയത്ത് ഞങ്ങളുടെ ക്യാമറയ്ക്ക് അത് ഒപ്പിയെടുക്കാനുള്ള ഒരു സമയം കിട്ടിയില്ല ഗായ്സ്. ഇന്ന് ഉച്ചയ്ക്ക് നല്ല വെയിലാണ്. ഒരു കുഴപ്പമില്ല. ഹലോ ഗായ്സ്, ഇത് ഞങ്ങളുടെ കൂടെ ഉള്ള മറ്റേ വണ്ടിയിലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഏറ്റവും ചാൻസായ ഫ്രണ്ട്സ് ആണ്. ടോണിയാണ് ഗായ്സ്. പുറയിലുണ്ട്. ഇതുണ്ടോ ചിരിക്കുന്നുണ്ടോ? വ്ളോഗാടാ. നിങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ വ്ളോഗിൽ നിങ്ങളുണ്ട്. നിങ്ങളാരും കണ്ടില്ല. ഇത് ടോണി, അപ്പുറത്ത് നിൽക്കുന്ന ജിപ്സൺ, ഇത് ബെഞ്ചമിൻ, അതിന്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നതാണ് കേച്ചു. ഒരു ഹായ് പറയൂ ഗായ്സിനൊരു ഹായ് പറഞ്ഞു. ഗായ്സ്, ആ ബെഞ്ചമിന്റെ ചിരി കണ്ടോ? 35 കൊല്ലും. ഇവന്മാര് ഗായ്സ് എടാ അശ്വിനെ, നമ്മുടെ വണ്ടി ഫുൾ പാർട്ടി ഓണല്ലേടാ. ഇവന്മാരൊക്കെ ഉറങ്ങി വരുന്നു ഗായ്സ്. എടാ എന്തുവാടാ? എടാ നിങ്ങളുടെ വണ്ടിക്ക് മൈലേജ് പോരല്ലേ?
പവർ ഇത്തിരി കൂടുതലല്ലേ? ഞാൻ കണ്ടായിരുന്നു ഫ്രണ്ടിൽ കിടന്ന് ഇത് ചെയ്യുന്നത്. ഗൈസ് ഇവൻ കോസ്റ്റ്ലി ഡ്രിങ്ക്സ് മാത്രമേ കുടിക്കത്തുള്ളൂ. ഫാൻഡ ബോയ്. അപ്പൊ ഇതാണ് ഗൈസ് ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഗൈസ് മനസ്സിലായില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാരാണ് ഈ കാണുന്നത്. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. ഓക്കെ. അപ്പോൾ ഗൈസ് ഇപ്പം സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളിവിടെ വന്നപ്പോൾ അതിന്റെ ശരിക്കുള്ള ഫോട്ടോ ഉണ്ടോ കയ്യിൽ? ഞങ്ങള് വിചാരിച്ച സ്ഥലത്തല്ല വന്നേക്കുന്നത്. 100 കിലോമീറ്റർ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആകെപ്പെട്ട് കിട്ടിയിരിക്കുന്ന വ്യൂ എന്ന് പറയുന്നത് ശരിക്കും ഇതാണ്. ഈ ടൂർ കോർഡിനേറ്റ് ചെയ്തതും സെറ്റപ്പ് ചെയ്തതും ഇതേ നിൽക്കുന്ന ഈ മനുഷ്യനാണ്. 200 കിലോമീറ്റർ ഓടി വന്നിട്ട് ഞങ്ങൾ കാണുന്നത് കണ്ടോ ഗൈസ്, ഞങ്ങളുടെ അവസ്ഥ ഇതാണ്. ഇവിടെ ഒരു ലുക്കൗട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ കാർ വെച്ചൊരു കാര്യം നിങ്ങളോട് പറഞ്ഞില്ല ഗൈസ്, ആ സംഭവമാണ് ഇവര്. അതിലെ മെയിൻ ആണ് ഇവൻ. രാവിലെ വീട്ടിൽ ഞാൻ ചുമ്മാ കിടന്നുറങ്ങിയതാണ് ഗൈസ്. എന്നെ കൊണ്ടുവന്ന് പബ്ലിഷ് ചെയ്യാനുള്ള ഞാൻ ഒരു കാര്യം ഞാൻ വീട്ടിൽ ചുമ്മാ കിടന്നാണ്. ഇംഗ്ലീഷിൽ അതാണ്. ബെഞ്ചമിൻ, നിനക്ക് ഈ സ്ഥലത്തിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇതിനേക്കാളും അശ്വിനെ, ഈ സ്ഥലത്തെ പറ്റി നിനക്ക് എന്താ പറയാനുള്ളത്? ഒന്നും പറയില്ല. അതെ, അശ്വിനും ഒന്നും പറയാനില്ല. കണ്ടോ ഗൈസ്, 2 കപ്പിൾസ്. ഗൈസ് ഞങ്ങളിവിടെ വന്ന 2 പേര് അങ്ങ് പോകുന്നുണ്ട്. എവിടെയാന്ന് അറിയത്തില്ല. തിരിച്ചു വന്നാൽ മതി. ഗൈസ് ഫുൾ ചെളി പിടിച്ചു വണ്ടിയിൽ. എന്താന്ന് എനിക്കറിയത്തില്ല, ഇതുപോലെ ചെളി പിടിച്ചു. അല്ല, ഇവന്റെ വണ്ടി മാത്രമേ ചെളി അടിക്കാത്ത. ഇവത്തെ ഹെഡ്ലൈറ്റ് കഴിയാൻ പറ്റുമോ? പിന്നെ കാണിച്ചടാ ഗൈസ്. ജെയിംസ് ബോണ്ടിന്റെ വണ്ടിയെ മാത്രം കണ്ടേക്കുന്ന ഒരു ഫീച്ചറാണ് ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ കൂടെ ഉള്ള 2 അങ്ങ് പോയിട്ടുണ്ട് ഗൈസ്. കാണുന്നുണ്ടോ? ഈ പോകുന്ന 2 ഞങ്ങളോട് വന്നാണ് ചിപ്സ്. എന്ത് ഇല്ലടാ, എഴുന്നങ്ങാനും കാണിക്കുവോ? പ്രേക്ഷകർ അതെ കണ്ടു വന്നു ഗൈസ്. ഒന്നുകൂടെ അടിപ്പിച്ചേ. ജെയിംസ് ബോണ്ടിന്റെ കാറെ മാത്രം കണ്ട സെറ്റപ്പാണ് ഗൈസ്. എടാ ജോയില്, ഞാൻ പബ്ലിഷ് ചെയ്യും കേട്ടോ. നീ ഇതൊക്കെ കാണിച്ചത് കുഴപ്പമുണ്ടോ വീട്ടിൽ? ഞാൻ യൂട്യൂബ് എടുത്താനാ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഫൈനലി ഇറങ്ങാൻ തീരുമാനിച്ചു. ബട്ട് ഇവിടെ സീനാണ് ഗൈസ്. ഇതുണ്ടോ, എല്ലാരും തെന്നലാണ്, വഴുക്കലാണ് ഇവിടെ മൊത്തം വഴുക്കൽ. അതെ, വ്ളോഗിൽ നിന്ന് ഞാൻ തന്നെ ആദ്യം തന്നെ വീഴും തോന്നുന്നു ഗൈസ്. ഇത് വലിയ ടാസ്ക് ആണ് ഗൈസ്. ഞാൻ എങ്ങനെയല്ല അവിടെ ചെന്നിട്ട് നിങ്ങളെ ഇത് കാണിക്കാന്നാണ്. ഇവിടെ അഡ്വഞ്ചർ എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ. ഓ പൊളി. ബെഞ്ചോന എങ്ങനെയുണ്ട് സ്ഥലം? കൊള്ളാം. സൂക്ഷിച്ചറിഞ്ഞില്ലുണ്ടല്ലോ 8ന്റെ പണി കിട്ടും. ഇത് നാട്ടിലെ മറ്റേ പാടത്തിലെ ചേറാത്ത നടക്കുന്നില്ലേ? എടാ നമുക്ക് മറ്റേ ബാത്ത് ചെയ്താലോ, മഡ് ബാത്ത്. അത് ഷൂട്ട് വന്നിരുന്നേ കാണായിരുന്നു. സൂപ്പറായന അല്ലേ?
ജിപ്പൻ. ഇത് വലിയ ടാസ്ക് ആണ് ഗൈസ്. പക്ഷെ വ്യൂ ഒരു രക്ഷയില്ല ഗൈസ്. ജോയെല്ലാം കണ്ടോ? ഇല്ല ഗൈസ്, ഇത് വലിയ പാടാണ്. നിങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇത്ര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു. അപ്പം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് റിസ്ക് ഷോട്ട് എടുക്കുന്ന വെച്ചാൽ സന്തോഷ് ജോർജ് പോലും ടെക് ട്രാവലിറ്റി ന്യൂസിൻ്റെ വന്നിട്ട് ഈ സ്ഥലം വന്നിട്ടില്ല. ആ ടെക് ട്രാവലിറ്റി പോകാത്ത സ്ഥലത്തൂടെയാണ് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം അയ്യോ, അതിനാണ് ഇപ്പോൾ നമ്മൾ പണി കൊള്ളണം. റിസ്കി ഷോട്ട്സ് ആണ് ഗൈസ് നിങ്ങളോട് ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരുന്നത്. ഇനി ഞങ്ങൾ അങ്ങ് ചെന്നിട്ട് അൾട്ടിമേറ്റ് വ്യൂ നിങ്ങൾക്ക് വേണ്ടി കാട്ടിത്തരാമെന്നാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് മഞ്ഞുമൽ ബോയ്സിലെ സുഭാഷ് പോയ ഗുഹ. ഫൈൻഡ് ഞങ്ങൾ കണ്ടുപിടിച്ചു. കുട്ടേട്ടൻ ഇപ്പം രക്ഷിക്കാൻ വരും. ദേ പോകുന്നു ഞങ്ങളുടെ കുട്ടേട്ടൻ. ഇത് സീനാണ് ഗൈസ്. പണി പാളുമെന്ന് തോന്നുന്നു. എപ്പോൾ വേണേലും വീഴാം ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതാണ് എടക്കൽ കേവ്സ്. നിങ്ങൾക്ക് അറിയാലോ. ബട്ട് ഇപ്പോൾ നല്ല സ്മൂത്തായ ഒരു പ്രതലം കിട്ടിയിരിക്കുകയാണ്. ഇപ്പം നല്ല സുഖമായി ഞങ്ങൾക്ക് നടക്കാം. ഞങ്ങൾ ഏകദേശം നമ്മുടെ ഡെസ്റ്റിനേഷനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കാണ് നിങ്ങളെ ഞങ്ങൾ ആ ഒരു മനോഹാരിതമായ സ്ഥലം കാണിക്കാമെന്നാണ്. ഇതങ്ങനെ ന്യൂസിലൻഡ് അധികം ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമാണ്. ബട്ട് ഇപ്പം ഞങ്ങളിവിടെ വന്നപ്പോഴത് മനസ്സിലായത് 100% വർത്ത് സ്ഥലമാണ്. ഇത് അശ്വിൻ പൊട്ടണ കാര്യമൊന്നുമില്ല. ഇത് വേറെ പൊട്ടൻ. ബെഞ്ചമിൻ പറയൂ. എടാ, ഇവൻ അത്രയ്ക്ക് നല്ലവനല്ല. ഇവൻ വീട്ടിൽ ഗൈസ് കിട്ടി. പണ്ടിവിടെ വന്ന ഏതോ വല്യപ്പൻ്റെ അസ്ഥികൂടം. അപ്പോൾ ഇത് സംഭവം ഡേഞ്ചറാണ് ഗൈസ്. ഇവിടെ ആരാണ്ടൊക്കെ പണ്ട് മരിച്ചിട്ടുണ്ടെന്ന് എൻ്റെ തോന്നല്. ഞങ്ങളോട് 2 പിള്ളേർ ഫ്രണ്ടിൽ പോയായിരുന്നു. അമ്മമാർ എവിടെയാണോ എന്താണെന്ന് അറിയത്തില്ല. ചെല്ലുമ്പോൾ കാണാം. മിസ്റ്റീരിയസ് വേൾഡ്. പിന്നെ അവിടെ എന്താ മിസ്റ്റീരിയസ് നിനക്ക് കാണുന്നത്? എന്താ മിസ്റ്റീരി അല്ലേ? മിസ്റ്ററി ഉണ്ടല്ലേ? മിസ്റ്ററി. അപ്പോൾ ഗായ്സ്, നമ്മൾ ഫൈനലി ആ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മ പറഞ്ഞ സ്ഥലം. ഞാൻ ആദ്യം ഓർത്ത് ഇതൊരു വൃത്തികെട്ട സ്ഥലമായിരിക്കും എന്നാണ്. ബട്ട് സംഭവം പൊളിച്ചു ഗായ്സ്. ഒരു രക്ഷയില്ല. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പോൾ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ എലിഫന്റ് റോക്സോ, 3 സിസ്റ്റേഴ്സ് എലിഫന്റ് റോക്സ് എന്നാണ്. സംഭവം കൊള്ളാം. ഞാൻ വിചാരിച്ചത് ഒരു വൃത്തികെട്ട സ്ഥലമായിരിക്കും എന്നാണ്. ബട്ട് സംഭവം കൊള്ളാം. വന്ന് കണ്ടപ്പോൾ കൊള്ളാം. ആദ്യം ഞാൻ ടോണിയെ 2 തെറിയൊക്കെ പറഞ്ഞെങ്കിലും കൊള്ളാം. സ്ഥലം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, നമുക്ക് ചെന്നിട്ട് ബാക്കി. ഇതാണ് എലിഫന്റ് റോക്ക് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഗൈസ്, നമ്മൾ എലിഫന്റ് റോക്കിൽ എത്തിയിരിക്കുകയാണ്. ഈ ബാക്കിൽ കാണുന്നതാണ് എലിഫന്റ് റോക്ക്. അപ്പം എല്ലാവരും ടോണിക്ക് നമ്മൾ പ്രത്യേക ആദ്യം തെറി പറഞ്ഞെങ്കിലും നമ്മൾ അവസാനം പൊട്ടനാന്ന് ആദ്യം വിചാരിച്ച. ബട്ട് കുഴപ്പമില്ല, അല്ലേ അവനെ തെറി പറഞ്ഞ. സ്ഥലം കൊള്ളാം, അടിപൊളി. എല്ലാവരും ന്യൂസിന്റെ ഉള്ള ഗൈസ്. അങ്ങനെ നമ്മളിപ്പോ ആ ഗുഹയിലോട്ട് പ്രദേശേ കുട്ടേട്ട കാറാണ് ഗൈസ്. ഗൈസ്
ഉണ്ടാക്കി ആളുണ്ടായിരുന്നു. ആ എന്തുവാടാ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആപ്പിളിന്റെ ലോ ലൈറ്റ് പെർഫോമൻസ് ആണ്. തല നോക്കണം ഗായ്സ്. കൊള്ളാം കൊള്ളാം. താജ്മഹലിന്റെ വീഡിയോ എടുക്കില്ലേ? പൊളി 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 പൊളി. ഗായ്സ് ഇവിടുന്ന് വെള്ളോട്ടുള്ള വ്യൂ നോക്കുക ഗായ്സ്. ഓ പൊളി ഗായ്സ്, ഒന്നും പറയാനില്ല ഗായ്സ്. ഇവന്മാരിവിടെ എന്താ കാണിക്കുന്ന അറിയത്തില്ല. ഇവന്മാർ രാവിലെ വലിയ ക്യാമറ ഒക്കെ ഇടവന്ന് നിൽപ്പുണ്ട്. പണി അറിയാൻ മേലാത്തവന്മാരാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓർക്കുന്ന അവൻ്റെ നിപ്പോൾ കണ്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന പോലെ. ജോയൽ ഗൈസ്, ഞാൻ നിങ്ങളെ ആരെയും പരിചയപ്പെട്ടിട്ടില്ലല്ലേ? ഇത് ടോണി. ടോണി ആ ഓ അവിടെ വലിയ ഗംഭീര ഫോട്ടോഗ്രാഫി നടക്കുന്നു ഗൈസ്. ആ നോക്കട്ടെ. കൊള്ളാം ഗൈസ്, എന്തായാലും സംഭവം നൈസായിട്ടുണ്ട്. മലയാള സിനിമകൾ ഇവിടെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ലൈഫ് ഓഫ് ജ്യൂസ് കിട്ടി, പിന്നെ 2-3 പടങ്ങൾ വേറെ ഉണ്ടല്ല. ലയൺ ജൈഫ് ഓഫ് ജോസ് കിട്ടി, അങ്ങനെ കുറെ. ലൂസിഫർ, എമ്പുരാന്റെ ഷൂട്ടിംഗ് ഇന്നലെ കഴിഞ്ഞെന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ പല പല മികച്ച പടങ്ങൾ ഷൂട്ട് ചെയ്തൊരു കിണ്ണം പ്ലേസ് ആണ്. ഞാൻ ഇതിന്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാണ്. ഇപ്പം എല്ലാവരും ആ ഒരു സെറ്റപ്പ് വ്യൂവിന് വേണ്ടി ഒന്ന് കാതോർക്കില്ല, കണ്ണോർത്തിരിക്കുക. ഗായ്സ് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഗായ്സ്. ചുറ്റും ബീച്ചും. ന്യൂസിലൻഡ് പറയുന്നതിന് ഒരു അത്ഭുതമാണ് ഗായ്സ്. ഇതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാതെ അങ്ങ് ദൂരെ കാണുന്ന മഞ്ഞുമലയാണോ? അല്ല, മഞ്ഞുമലയല്ല ഗായ്സ്, ഒരു പാറക്കഷ്ണം നിൽക്കുന്ന. എന്തായാലും സംഭവം കൊള്ളാം ഗായ്സ്, പൊളിച്ചു. ഈ കാണുന്ന 3 കല്ലുകളാന്ന് തോന്നുന്നു 3 സിസ്റ്റേഴ്സ്. ഇത് കണ്ടാണ് എലിഫന്റ്, ആന രൂപത്തിരിക്കുന്നതുകൊണ്ടാണ് എലിഫന്റ് റോക്ക് എന്നുള്ള പേര് വന്നത്. ഇത് നൊത്തുപയ്യൻ അശ്വിൻ. ചുമ്പ പട്ടിഷോ. അപ്പോൾ ഗായ്സ് ഇതാണ് പറഞ്ഞ 3 സിസ്റ്റേഴ്സിൽ ഒരു സിസ്റ്റർ, അത് 2ാമത്തെ സിസ്റ്റർ. നിങ്ങൾ ഇത്ര നേരം നോക്കിക്കൊണ്ടിരുന്ന ജിപ്പൻ, ഇതാണ് ജിപ്പൻ. ഞങ്ങൾ ഓർത്ത ഇവനും വേറെ എടുത്തുണ്ടല്ലോ, കിച്ചുവിന്റെ ഫസ്റ്റ് ന്യൂസിലൻഡ് എക്സ്പീരിയൻസ് ആണ്. ബീച്ച് എക്സ്പീരിയൻസ് ഫസ്റ്റ് ആണ് നിന്റെ ന്യൂസിലൻഡിലെ അല്ലേ? ആദ്യമായിട്ടാണ് കിച്ചു ആലപ്പുഴ ബീച്ചും കൊല്ലം ബീച്ചും ഒക്കെ പോയിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ന്യൂസിലൻഡ് ബീച്ചിൽ കിച്ചു കാല് കുത്തുന്നത്. എന്തായാലും വ്യൂ പൊളിച്ചു ഗായ്സ്, ഒരു രക്ഷയില്ല. മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും വിസ എടുത്ത് ന്യൂസിലൻഡ് വരിക. ഈ സ്ഥലത്തിന്റെ പേര് എലിഫന്റ് റോക്ക് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യുക, എല്ലാവരും കേട്ടോ. 3 സിസ്റ്റർ എലിഫന്റ് റോക്ക്. ഇത് സ്ഥലം എവിടെയാ? ടർണാക്കി വരെ പോകണ്ട, ന്യൂ പ്ലിമൗത്ത് വരെ വരണ്ട. ന്യൂ പ്ലിമൗത്തിൽ നിന്ന് ഒരു 80 കിലോമീറ്റർ ഇപ്പുറത്താണ് ഈ സ്ഥലം. ബട്ട് സംഭവം കൊള്ളാം, നല്ല വ്യൂ, പൊളിച്ചു. ഇത് നിങ്ങൾ എല്ലാവർക്കും ഇങ്ങോട്ട് വരിക. ആരുമല്ലും അശ്വിൻ ജിപ്പ എന്തേലും പറഞ്ഞു ഈ സ്ഥലത്തിനെ പറ്റി 2 വാക്ക് പറ. ഈ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊളിയാണ്. ഇത് കണ്ടുപിടിച്ച ടോണിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇത് കാണുന്ന ഇന്ന് ഇവൻ സിക്കാന്ന് പറഞ്ഞാണ് വന്നേക്കുന്നത്. പക്ഷെ ഇവൻ സിക്കൊന്നുമല്ല, കണ്ടോ? പണിക്ക് സിക്ക് എടുത്തിട്ട് സ്ഥലം കാണാൻ വേണ്ടി വന്നേക്കാം. ടോണി, നിന്റെ അഭിപ്രായം എന്താ ഈ സ്ഥലത്തെ പറ്റി? സൂപ്പർ. ടോണി പറഞ്ഞ പോലെ ടോണി ഓർഗനൈസ് ചെയ്തെങ്കിലും ആദ്യം നമ്മൾ ഭയങ്കര ഫ്ലോപ്പാന്ന് വിചാരിച്ചു. അതെ, പക്ഷേ വൻ പൊളിയായിരുന്നു. അപ്പൊ എല്ലാരും ഹാമിൽട്ടണിലെ തോൽവിയാൻ പറ്റും. ശരിയാണ്. അതുപോലെ മസ്റ്റ് ട്രൈ പ്ലേസ് ആണ്. എന്ന് വെച്ചാൽ ഹാമിൽട്ടൺ ഉള്ളവർക്കൊക്കെ വന്ന് പെട്ടെന്ന് അധികം സമയമെടുക്കാതെ ഒരു 1 hour 2 hour ഉണ്ട്. 2 hour ട്രാവൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റും. അപ്പോൾ ഞങ്ങളിനി ബാക്കി ഇനിയും അവസാനത്തെ ശലം പരിപാടി കഴിഞ്ഞ് പൊളിക്കട്ടെ.